ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആണ്. ഇന്ന് എൻ്റെ വീടും പരിസരവും ഒക്കെയാണ് ഞാൻ കാട്ടാൻ പോകുന്നത്. എൻ്റെ പരിസരമൊക്കെ വിശാലമായ പരിസരമാണ്. അധികം വെയിലൊന്നുമില്ല, നല്ല തണലാണ്. വരുന്ന റൂട്ട് ഫസ്റ്റ് കാണിച്ചു തരാം. ഞങ്ങൾ ഈ വഴിക്കൊക്കെ ഇങ്ങനെ കണ്ടു. ഇതാണ് ഞങ്ങളുടെ റോഡ്. ഇവിടെയാണ് ഞങ്ങളുടെ വീട് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇതാ എൻ്റെ വീട്ടും പേരൊക്കെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീട് കേട്ടോ. ഇതാണ് എൻ്റെ വീട്ടും പേര് ശ്രീകൃഷ്ണാമൃതം. ഇനി എൻ്റെ വീടിൻ്റെ പരിസരം കാണിച്ചു തരാം. വരൂ. ഇതാണ് എൻ്റെ വീടിൻ്റെ സൈഡ്. എനിക്കിഷ്ടമുള്ള പ്ലാന്റ്സും ഉണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലൊക്കെ എനിക്ക് പ്ലാന്റ്സ് ഇഷ്ടമായതുകൊണ്ട് നിറച്ചും പ്ലാന്റ്സൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഉപകാരമായ പ്ലാന്റ്സാണ് നമ്മൾ വയ്ക്കുന്ന. വെറുതെ സ്ഥലം കളയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉപകാരപ്പെട്ട ചെടികളാണ് ഇവിടെ നിർമ്മിച്ചേക്കുക. പിന്നെ കുറച്ച് ഭംഗി വരാനുള്ള ചെടികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഏതൊക്കെ ചെടിയാണ് ഇതിൻ്റെ പേരാന്നൊക്കെ നമ്മൾ പറഞ്ഞു തരാം. ഇപ്പോൾ കാണാം. ഈ കാണുന്ന മരമാണ് ആര്യവേപ്പ്. നമുക്ക് നല്ല ഔഷധ ഗുണം ഒക്കെ തരുന്നതാണ് ആര്യവേപ്പ്. ഇതാണ് നല്ല ഭംഗി കിട്ടാനുള്ള മണി പ്ലാന്റ്. നമ്മൾ ഇതിൻ്റെ ഇവിടെയായിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയിൽ വളർന്നു വരുന്നുണ്ട്. ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും നിറച്ചും വാഴ ഉണ്ട്. വാഴ നമുക്ക് നല്ല ഉപകാരപ്പെടുന്നൊരു ഇതാണല്ലോ മരം. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ചുറ്റി വരാം വീട് മൊത്തം. വീടിൻ്റെ ഇതൊക്കെ ചുറ്റി വരാം. അപ്പുറത്തും വാഴകളുണ്ട്, ഇപ്പുറത്തും വാഴ ഉണ്ട്. ഇതൊക്കെ വാഴയാണ്. കുറച്ചൊക്കെ ഇപ്പോൾ ഇവിടെ പുല്ലാണ്. ചെറിയതൊക്കെ പനിക്കൂർക്കയാണ്. പനിക്കൂർക്ക നമ്മുടെ ഔഷധമാണ്. കാരണം നമുക്ക് പനി ഒക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് ചുട്ടെടുത്ത് അരച്ചെടുത്ത് അതിൻ്റെ ചാറ് എടുത്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അസുഖം മാറും. എനിക്ക് അസുഖത്തിനൊക്കെ ഇവിടുന്ന് പറിച്ച് അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഈ ഒരു ചെടിയാണ് നമ്മുടെ വീട്ടിലുള്ളത്. ഇത് ഞങ്ങളുടെ പപ്പായ വളരുന്ന മരമാണ്. നിങ്ങൾ കമൻറ്റിൽ പറയുക. ചിലവരുടെ നാട്ടിൽ കൊപ്പക്കായ എന്ന് പറയും, ചിലവരുടെ പേര് കറുവത്തും കായ, അങ്ങനെ പല പേരുണ്ട് ഈ പപ്പായക്ക്. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയാം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എന്താണ് വിളിക്കുക കേട്ടോ. അതിന് തൊട്ടായിട്ട് കരിവേപ്പിലയുടെ മരമുണ്ട്. ഇതൊക്കെ കാണുന്നത് ആ ഒരു മരമാണ്. പിന്നെ ഞാൻ ആനപ്പാറയിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ വീട്ടിലുള്ള വിത്തൊക്കെ തരും. അപ്പോൾ ഞാൻ നട്ടുപിടിപ്പിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് പ്ലാന്റൊക്കെ നന്നായിട്ട് വലുതായി ആയിട്ടുണ്ട്. മുതൽ വൈകുന്നേരം ആകുമ്പോൾ നന്നായി പ്ലാന്റ്സിനൊക്കെ വെള്ളമൊഴിച്ച്, അതുകൊണ്ട് തന്നെ ദിവസം നോക്കണ കണ്ട് നല്ല വലുതാണ് ഞാൻ നട്ട പ്ലാന്റ്സൊക്കെ. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് കാണാം. പിന്നെ ഈ ഒരു കുട്ടി ചെടിയുണ്ട്. ഇത് ഞാൻ നട്ട പ്ലാന്റ് ആട്ടോ. ഈ ഒരു സംഭവം അടിപൊളിയായിട്ട്. അപ്പോൾ ഈ ചെടി ഞാൻ ആനപ്പാറ സ്കൂളിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് തന്നത്. ഞാൻ ഈ ചെടിച്ചട്ടിയിൽ കുഴിച്ചിട്ടിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഉണ്ടായത്. ഇതെന്ത് പ്ലാന്റാണെന്ന് മുത്തശ്ശൻ പറയാൻ മറന്നുപോയി. ഇതും ഒരു കുഞ്ഞ് പ്ലാന്റാണ്. പിന്നെ ഉള്ളിലേക്കൊന്നും കാണിക്കുന്നില്ല, കാരണം ഇവിടെ കണ്ട മുള്ളുകളുണ്ട് നന്നായിട്ട്. പിന്നെ നമ്മുടെ കുട്ടി വാഴയുണ്ട്. നമ്മുടെ ഈ ഒരു സ്ഥലം കാട്ടിത്തരാം. പിന്നത്തെ തെങ്ങുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിറച്ചും വാഴയും സാധനങ്ങളൊക്കെയാണ്. ഇവിടെ മുമ്പ് മാങ്ങ ഉണ്ടായിരുന്നു. മുമ്പത്തെ കൊല്ലം ഞാൻ മുമ്പ് ഒരു റീലിൽ പറഞ്ഞിട്ടുണ്ട്, മഴയൊക്കെ വീണിട്ട് അപ്പുറത്തെ വീട്ടിലത്തെ മരം ഇങ്ങോട്ട് വീണപ്പോൾ ആ മാവ് ഒടിഞ്ഞു പോയി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാട്ടിത്തരായിരുന്നു. അപ്പം ഇത്രയുള്ള കൂട്ടുകാരെ, ബൈ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.